രണ്ടാം ലോക മഹായുദ്ധ കാലഘട്ടത്തിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നേതൃത്വത്തിൽ സ്ഥാപിച്ച അതിക്രൂരമായ തടങ്കൽ പാളയങ്ങളെ കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ എന്നാണ് അറിയപ്പെടുക. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ പാർപ്പിച്ചിരുന്നവർ ക്വാറികളിലും ഫാക്ടറികളിലും നിർബന്ധിതമായി ജോലികൾ ചെയ്യുവാൻ വിധിക്കപ്പെട്ടവരായിരുന്നു. ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ ക്ഷീണം കൊണ്ട് തളർന്നു വീണുപോയാൽ അങ്ങനെയുള്ളവരെ വെടിവെച്ച് കൊന്നിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ വളരെ കുറഞ്ഞ അളവിൽ മാത്രം ആഹാരം നൽകി തടവുകാരെ ശാരീരികമായും മാനസികമായും തകർത്തിരുന്നു. അതുകൊണ്ട് തന്നെ പട്ടിണി നിമിത്തവും രോഗനിമിത്തവും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ മരണം ഓരോ ദിവസവും വർദ്ധിച്ചു വന്നിരുന്നു. ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തുന്നവരിൽ അധ്വാനിക്കുവാൻ ശേഷിയില്ലാത്തവരെ, വൃദ്ധരെ, രോഗികളെ, കുഞ്ഞുങ്ങളെ ഗ്യാസ് ചേംബറുകളിൽ കയറ്റി സൈക്ലോൺ ബി എന്ന വിഷവാതകം കയറ്റി കൊന്നിരുന്നു. കൂടാതെ നാസി ഡോക്ടേഴ്സ് ഈ തടവുകാരുടെ ശരീരത്തിൽ വ്യത്യസ്തമായ ക്രൂരമായ മെഡിക്കൽ പരീക്ഷണങ്ങൾ നടത്തി അനേകരെ കൊന്നിരുന്നു. അങ്ങനെയൊരു കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് യഹൂദന്മാരെ ഒളിവിൽ പാർപ്പിച്ചു എന്ന കുറ്റം ആരോപിച്ച് കോറി ടെൻ ബൂം എന്ന ഒരു യഹൂദ വനിതയെ തടവിലാക്കുകയും ഈ കോൺസെൻട്രേഷൻ ക്യാമ്പിൽ കുടുംബമായി പാർപ്പിക്കുകയും ചെയ്യുന്നു. ഈ കോറിയുടെ സഹോദരിയായ ബെറ്റ്സി ക്രൂരമായ പീഡനങ്ങൾ നിമിത്തം ഈ ക്യാമ്പിൽ കൊല ചെയ്യപ്പെടുകയാണ്. കടുത്ത തണുപ്പും പട്ടിണിയും രോഗവുമൊക്കെ അനുഭവിച്ച ഈ കോറി ജീവിതത്തിന്റെ പ്രത്യാശയും സന്തോഷവും സമാധാനവും നഷ്ടപ്പെടുമ്പോൾ ബാഗിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ചെറിയ വേദപുസ്തകം അത് തുറന്ന് ആരും കാണാതെ വായിക്കുകയും ഒപ്പമുണ്ടായിരുന്ന തടവുകാർക്ക് ദൈവത്തിന്റെ വചനത്തെ വായിച്ചു കേൾപ്പിക്കുകയും അവർക്കതിനെ വ്യാഖ്യാനിച്ച് നൽകുകയും ചെയ്തിരുന്നു. 1971 പുറത്തിറക്കിയ ദ ഹൈഡിംഗ് പ്ലേസ് എന്ന ആത്മകഥയിൽ കോറി എഴുതി വച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: തൻ്റെ ജീവിതത്തിന്റെ കഷ്ടതകളും ബലഹീനതകളും സങ്കടങ്ങളും തരണം ചെയ്യുവാൻ സാധിച്ചത് ദൈവത്തിന്റെ സാന്നിധ്യത്തിലൂടെയാണ് എന്നാണ്. കോറിയുടെ ദൈവം, നാം ആരാധിക്കുന്ന ദൈവം അനുദിന ജീവിതാനുഭവങ്ങളിൽ കൂടെയുള്ള ദൈവമാണ് എന്ന് നമ്മളൊക്കെ ചിന്തിക്കുക.